ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം ദനഹക്കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയും യഹൂദരും തമ്മിലുള്ള ഏതാനും സംഭാഷണ ശകലങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നമ്മുടെ വിഷമങ്ങളും വേദനകളും അനുഭവങ്ങളും നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരുടെ മുമ്പിൽ മാത്രമേ നമ്മൾ ഇറക്കി വയ്ക്കാവൂ എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ദൈവികമായ ഭാവങ്ങളെക്കുറിച്ച് യഹൂദരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ ദൈവമാണ്, ഞാൻ മുകളിൽ നിന്ന് വന്നവനാണ്, അതുപോലെ തന്നെ ഞാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവരാണ് എന്നെല്ലാം സംസാരിച്ചുകൊണ്ട് തൻ്റെ ദൈവികമായ ഭാവത്തെക്കുറിച്ച് ഈശോ യഹൂദരുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ഈശോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവരോട് സംസാരിക്കുന്നത്? പഴയ നിയമത്തിൽ മോശ കത്തി എരിയുന്ന മുൾപടർപ്പിന് മുമ്പിൽ നിന്നുകൊണ്ട് നീ ആരാണ് എന്ന് ദൈവത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ദൈവം മറുപടി പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ്. അതിൻ്റെ ഒരു കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ട്, ആ ഒരു ആംബിയൻസ് പിടിച്ചുകൊണ്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ഞാൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് യഹൂദരുടെ മുമ്പിൽ ദൈവികമായ ഭാവങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. എന്നാൽ ഈശോ പറയുന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഗ്രഹിക്കാതെ നിൽക്കുന്ന, അതിനെ തെറ്റായി ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് യഹൂദരെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കടന്നു പോയിട്ടുണ്ടാവാം. നമ്മുടെ യഥാർത്ഥ ഭാവത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കാതെ അതിനെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ വിഷമങ്ങളും വേദനകളൊക്കെ ഇറക്കി വെക്കുമ്പോൾ അതിനോട് അനുഭാവമുള്ളവരുടെ മുമ്പിൽ മാത്രമേ ഇറക്കി വെക്കാവുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ വിഷമങ്ങളും വേദനകളും പരാജയങ്ങളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ആ ഒരു സന്തോഷം, ആ ഒരു അനുഭവത്തെ ഓർത്ത് ഉള്ളിൽ സന്തോഷിക്കുന്ന, ഊറിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ മാറും എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മുടെ ശത്രുവിൻ്റെ മുമ്പിൽ പോയി നമ്മുടെ പരാജയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനതൊരു സന്തോഷമുള്ളൊരു വാർത്തയായിരിക്കും. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെയോ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്കതൊരു വലിയൊരു വിഷമമായിരിക്കും. അവർ നമ്മളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് അതിനൊരു ഫീഡ്ബാക്ക്, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ വിഷമങ്ങളും വേദനകളും അനുഭവങ്ങളും പങ്കുവയ്ക്കേണ്ടത് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മളോട് ഏറ്റവും പ്രീതിയുള്ള വ്യക്തികളുടെ മുമ്പിലായിരിക്കാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇനി രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ആത്മഹത്യയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ് യഹൂദ സമൂഹം. ഈശോ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് അവർക്കത് മനസ്സിലാകുന്നത്, ഈശോയ്ക്ക് എന്തോ വിഷമമുണ്ട്, ഈശോ നീ മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമോ എന്നൊക്കെ അവർ വ്യാഖ്യാനിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആത്മഹത്യയാണ് എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ യഹൂദ സമൂഹം. ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന യഹൂദ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആത്മഹത്യയാണ് എന്ന് ചിന്തിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഒരു പ്രതീകമായിട്ട് വേണമെങ്കിൽ ഈ യഹൂദരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവം. ആ സംഭവം എങ്ങനെയാണ്? സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 എലിവിഷത്തിൻ്റെ പാക്കറ്റുകൾ അടങ്ങിയ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോയായിട്ട് ശേഷം അതിൻ്റെ അടിയിൽ അതിൻ്റെ അനുഭവം പങ്കുവച്ചപ്പോഴാണ് അത് വൈറലാകാൻ തുടങ്ങിയത്. സംഭവം ഇപ്രകാരമാണ്: ഒരു ദിവസം വൈകിയ വേളയിൽ സായം സന്ധ്യയോട് അടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഓർഡർ വരികയാണ്. സാധാരണ ഭക്ഷണത്തിൻ്റെ ഓർഡർ കിട്ടുന്നതിന് പകരം 3 എലിവിഷത്തിൻ്റെ ഓർഡറാണ് കിട്ടിയത്. അങ്ങനെ അദ്ദേഹം ആ എലിവിഷം 3 പാക്കറ്റ് എലിവിഷമൊക്കെ വാങ്ങിച്ച് അദ്ദേഹം ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഈ എലിവിഷം ഓർഡർ ചെയ്ത ആളെ ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ച സമയത്ത് മറുതലക്കിൽ നിന്ന് ഒരു വിഷമം നിറഞ്ഞ സംസാരവും കണ്ണുനീരും കരച്ചിലും, അത്തരത്തിലൊരു അനുഭവമാണ് ഈ സ്വിഗ്ഗി ബോയ്ക്ക് ഫീൽ ചെയ്തത്. തുടർന്ന് ഈ ഓർഡറുമായിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് കോളിംഗ് ബില്ലടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന വ്യക്തിയോട് ഈ സ്വിഗ്ഗിയുടെ പയ്യൻ പറഞ്ഞു, പോരുന്ന വഴിക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത വസ്തു എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി, എന്നോട് ക്ഷമിക്കണം. തുടർന്ന് ഈ മനുഷ്യൻ ആ വ്യക്തിയോട് ചോദിക്കണം, നിങ്ങൾ ആത്മഹത്യക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എലിവിഷം വാങ്ങിച്ചതല്ലേ? അപ്പോൾ ആ മനുഷ്യൻ ആദ്യം അത് നിഷേധിച്ചെങ്കിലും പിന്നീട് അത് സമ്മതിച്ചു. അങ്ങനെ ഈ വ്യക്തി, ഈ ഒരു സ്വിഗ്ഗിയിലെ പയ്യൻ ഈ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താം. നിങ്ങളതിനെ പോസിറ്റീവായിട്ട് തരണം ചെയ്യണം.
ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറാനായിട്ട് ഞാൻ സഹായിക്കാം എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന് തോളിൽ തട്ടുകയും അദ്ദേഹത്തിനൊരു എനർജി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ ആത്മഹത്യയിൽ നിന്ന് ഒഴിവായി എന്ന ഒരു കുറിപ്പാണ് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമങ്ങളും വേദനകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ആത്മഹത്യയാണെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരികയാണ്. പ്രത്യേകിച്ച് കുംഭസാരത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്നവരും, അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെയുള്ള നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് പ്രവേശിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കുറവ് വരികയോ ഒരു സ്നേഹക്കുറവോ ഒരു പരിഗണന കുറവോ വരുന്നതിൻ്റെ ഭാഗത്ത് ആത്മഹത്യ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നത്തെ സമൂഹത്തെ കേരളത്തിൽ പ്രത്യേകിച്ചൊരു നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കുവാനായിട്ട് ഈ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആത്മഹത്യയല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ടുള്ള ചിന്ത കൂടി ഈ രണ്ടാമത്തെ ചിന്തയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ രണ്ട് ചിന്തകൾ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശ്വരയ്ക്ക് സ്തുതി.